പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാറ്റഗറി നമ്പർ 101/2025 ഈ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കുള്ള കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് വന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അത് ഈ കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ മെസ്സേജ് വരാത്തവർ എന്തെങ്കിലുമൊക്കെ പ്രയാസം കൊണ്ട് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട ഉടൻ ഇത് അപ്ലൈ ചെയ്തവർക്കൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കുക. കൺഫർമേഷൻ മെസ്സേജ് എത്രയും ഉടനെ തന്നെ ചെയ്തിട്ട് അത് കൺഫർമേഷൻ ചെയ്യുക. അതുപോലെ പഠനം ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും ഇന്ന് തന്നെ പഠനം തുടങ്ങും കേട്ടോ. ഞാൻ ഇതിൻ്റെ സിലബസ് മുന്നേ ഉള്ള ഇതുപോലെയുള്ള എക്സാമിൻ്റെ സിലബസ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തിട്ടുണ്ട്. 10 മൊഡ്യൂളായിട്ടുള്ള സിലബസ്സാണ്. ഓരോ മൊഡ്യൂളിലും 10 മാർക്ക്, അങ്ങനെ 100 മാർക്കിൻ്റെ എക്സാമാണ്. 10 മൊഡ്യൂളാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ മൊഡ്യൂളിലും ഓരോരോ കാറ്റഗറി, ഓരോ ടോപ്പിക് ബേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് നോക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ പഠിച്ച് ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കോട്ടോ. പഠിച്ച് തുടങ്ങിയവരൊക്കെ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഒന്നുകൂടി പഠിക്കുക. ഇത് ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് തന്നെ നോക്കുക. ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വീക്കുള്ള ഏതെങ്കിലും മൊഡ്യൂളുകളൊക്കെ ഉണ്ടാവും, കുറച്ച് ടഫുള്ള. ഓരോരുത്തർക്ക് ചിലപ്പോൾ ചിലത് സിമ്പിളായിരിക്കും, ചിലത് ടഫ് ഉണ്ടാവും. അപ്പോൾ ടഫുള്ള ഭാഗങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഓരോ മൊഡ്യൂളിലും 10 മാർക്കുണ്ട്. അത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴും മാർക്കൊക്കെ ഭയങ്കര നമുക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ടഫാണ് കരുതിയിട്ട് നമ്മൾ ഒരൊറ്റ ടോപ്പിക്കും നമ്മൾ ഇതിൽ സ്കിപ്പ് ചെയ്യേ പാടില്ല. അപ്പോൾ ടഫുള്ള നമുക്ക് കുറച്ചുകൂടി സമയം കണ്ടെത്തിയിട്ട് കുറച്ചുകൂടി പഠിച്ചെടുക്കുന്ന വേണം. അപ്പോൾ ഓരോ മൊഡ്യൂളിലും ഓരോ ടോപ്പിക്ക് വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വേറെ നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ട് എന്നിട്ട് ഓരോ ടിക്കറ്റ് അതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അതനുസരിച്ച് തന്നെ ഞാൻ ഓരോ മൊഡ്യൂൾ ബേസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 10 മൊഡ്യൂളുകളുണ്ട്. അങ്ങനെ ഓരോ മൊഡ്യൂളിലുള്ള ടോപ്പിക്കുകളും പഠിച്ച് റിവിഷനും ചെയ്ത് ഓരോ എക്സാമുകളൊക്കെ ചെയ്ത് കണ്ട് ഇതിന് നിങ്ങൾ പ്രിപ്പയർ ആവുക. നല്ലൊരു എക്സാമാണിത്, നല്ലൊരു പോസ്റ്റുള്ള, അതേപോലെ നല്ലൊരു സാലറി സ്കെയിലൊക്കെ ഇതിലുണ്ട്. 29,000 സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ നല്ലൊരു എക്സാമാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ആശങ്ക, ഇതിൽ പോസ്റ്റിങ്, അതായത് നിയമന സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു ചാൻസേ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. എങ്കിലും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഇതിന് മുമ്പത്തുള്ള ഒരു എക്സാം ഏകദേശം 7-8 പോസ്റ്റ് നമ്മൾ കാണിച്ചതിന് ശേഷം 33ഓളം നിയമനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നിയമനങ്ങൾ വരാനുള്ളൊരു ചാൻസ് ഒരുപാടുണ്ട്. നല്ലൊരു പോസ്റ്റാണ്, നഷ്ടപ്പെടുത്തരുത്. ഇനിയും പഠനം തുടങ്ങാത്തവർ ഈ സിലബസ് നോക്കിയിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത് കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, താങ്ക് യു.